Mahatma Gandhi envisioned Gram Swaraj as a political, social and spiritual system in which people themselves take in the decision-making process that shapes their lives. He dreamed of a decentralized democracy where the power of governance lies not with the rulers but with the people. Unfortunately, many socio-political circumstances later turned this dream into a distant reality. This program is in an effort to revisit and revive Gandhi's ideals of Gram Swaraj and to explore how much people-centered governance can be realized in today's context. Good morning, everyone. A warm welcome to all the distinguished dignitaries, respected guests, and dear participants gathered here today. We are here for this meaningful seminar on Gram Swaraj and the relevance of Gandhian ideals in today's democracy, organized by Triangle. Let us begin this day of thought and reflection. ഒരു ദേശീയ ഭക്തിഗാനമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. Requesting all of you to kindly stand. Thank you. To begin the formal proceeding, I invite Advocate C.B. Mohanan, Organizing Committee Convener and a social worker, to deliver the welcome address. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനനായ കല്ലറ മോഹൻകുമാർ അവർ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന ബഹുമാനനായ ജസ്റ്റിസ് കമാൽ പാട്ട സാർ, ഇവിടെ ക്ലാസ് എടുക്കാൻ വന്ന ശ്രീ കെ വി അനിൽകുമാർ, ഈ പരിപാടി ശ്രമിക്കുവാൻ വേണ്ടി ഞാൻ ആ ഭാഗത്ത് നിർത്തിയിരിക്കുന്ന ബഹുമാനരെ, എബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് of the people, by the people, democracy of the people. അതായത് ജനാധിപത്യം ജനങ്ങളുടേതാണ്, ഡെമോക്രാസി ബൈ ദ പീപ്പിൾ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്, ഡെമോക്രാസി ഫോർ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം. അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു, ജനാധിപത്യത്തിൻ്റെ ഉള്ള അവകാശങ്ങൾ, ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ കുറിച്ച് നമുക്ക് സാധാരണക്കാരായ പൗരന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ, അറിയാൻ സാധിച്ചില്ലെങ്കിൽ ജനാധിപത്യം കൊണ്ട് യാതൊരു കാര്യമില്ല. അതായത് നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കടമകൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഡെമോക്രാസി, ജനാധിപത്യം കൊണ്ട് അർത്ഥമില്ല എന്നർത്ഥം. നമ്മൾ ഇന്ത്യ മഹത്തരയായ ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ജനാധിപത്യത്തെക്കുറിച്ചുള്ള നമുക്കുള്ള അവകാശങ്ങൾ എന്താണ്, കടമകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിവില്ല എന്നുള്ളതാണ് നമ്മുടെ
നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കുകയാണ്. ഇത് തിരഞ്ഞെടുക്കപ്പെടുന്ന പല ആളുകൾക്കും എന്താണ് തൻ്റെ അവകാശങ്ങൾ, ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഏറ്റവും അടിസ്ഥാനമായ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ എന്തൊക്കെയാണ് തനിക്ക് നിക്ഷിപ്തമായ അവകാശങ്ങൾ എന്തൊക്കെ ആണെന്ന് അറിയില്ല. അതിനെക്കുറിച്ചൊരു ക്ലാസ്സിന് വേണ്ടിയാണ് നമ്മളിന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 150 പേര് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. വരും എന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. കാരണം മഴ അപ്രതീക്ഷിതമായ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ഒരു 11:30 മണിയോടുകൂടി എല്ലാവരും എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി എല്ലാവരും രജിസ്റ്റർ എടുത്തിട്ടുണ്ട്. ഓരോ ആളുകളെയും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് ജനാധിപത്യം, എന്താണ് നമ്മുടെ അവകാശങ്ങൾ, അതിനെക്കുറിച്ച് ക്ലാസ്സിൽ പ്രമുഖരായ ഒരുപാട് ആളുകൾ ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. 2 സെഷനായിട്ടാണ് ക്ലാസ്സുകൾ, ഉച്ചയ്ക്ക് മുമ്പും ഉച്ചയ്ക്ക് ശേഷവും 2 സെഷനായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇതിന്റെ അധ്യക്ഷനായിട്ട് അലങ്കരിക്കുന്നത് ശ്രീ കല്ലട മോഹൻകുമാർ. നിരവധി സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ അമരത്തിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ സാദരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു കവിതാ ശകലമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയോ ഒരു വ്യക്തി എഴുതിയ ഒരു കവിതാ ശകലം. അതായത്, തല നരയ്ക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യം, തല നരയ്ക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യം, തല നരയ്ക്കാതിരിക്കുന്നതല്ല എൻ്റെ യൗവനം, ക്ഷണിക ശക്തികൾക്കെതിരായി തല ഉയർന്നു നിൽക്കുന്നതാണ് എൻ്റെ യൗവനം. ആ വരികളെ അന്വർത്ഥമാകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ശ്രീ കമാൽ പാഷ സാർ. നിങ്ങൾക്കറിയാം, അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന, സോഷ്യൽ മീഡിയയിൽ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരു ഹൈക്കോടതി ജഡ്ജി റിട്ടയർഡ് ആയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുതിയ പുതിയ ലാഭങ്ങൾ നേടിക്കൊണ്ട് ഒതുങ്ങി കൂടി പോകുന്ന ആളുകളാണ് അധികം. പക്ഷെ ഇപ്പോഴും സാധാരണക്കാരുടെ പക്ഷം ചേർത്ത് അനീതിക്കെതിരെ ആ ലാവണങ്ങളൊന്നും തനിക്ക് വേണ്ട. ഒരു ജുഡീഷ്യൽ കമ്മീഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനൊക്കെ ആയിരുന്നാൽ നല്ല ശമ്പളവും വാങ്ങി നല്ല കാറും സെക്രട്ടറി ഒക്കെ ആയി സുഖമായിട്ട് പോകാം. അദ്ദേഹം ഇന്ന് വന്നപ്പോൾ ഈ ഇടുങ്ങിയ മുറി നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം അങ്ങനെയിരിക്കുന്ന ഒരാളല്ല. എങ്കിൽ പോലും നമുക്ക് വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നതാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു, സാറേ കുറച്ചാളുകളേ ഉള്ളൂ, സാറിന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല, കുറച്ചാളുകളാണെങ്കിൽ പോലും ആ വന്നിരിക്കുന്ന ആളുകൾ ആവശ്യക്കാരായ ആളുകളാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ അനീതിക്കെതിരെ ശബ്ദം കേൾക്കുന്ന, അനീതിക്കെതിരെ പാളവും നിൽക്കുന്ന, എപ്പോഴും അനീതിക്കെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏറ്റവും ബഹുമാനാണ്. എന്തുകൊണ്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം സർവ്വതാ യോഗ്യനാണ്. അദ്ദേഹത്തെ സാദരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. നിങ്ങൾ എല്ലാവർക്കും ശ്രീ KM അനിൽകുമാർ ഒരു ട്രെയിനറാണ്. കില നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് അംഗങ്ങളും മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് കില. ആ കിലയിൽ നിന്ന് റിട്ടയർഡായ അദ്ദേഹം ഒരുപാട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ശ്രമിച്ച പല ആളുകളും ഇരിക്കൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ശ്രമിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന പല ഭാഗത്തും എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now I request Mr. Kallada Mohandas, Chairman, Organizing Committee, to give the presidential address. ആദരണീയനായ നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ജസ്റ്റിസ് കമാൽ പാഷ സാർ അവർ, വേദിയിലിരിക്കുന്ന അനിൽകുമാർ സാർ അവർ, നമ്മുടെ സ്വാഗത പ്രാസംഗികനായ
മോഹൻ സാർ അവർ, വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ആദരണീയനായ സഹപ്രവർത്തകർ, സുഹൃത്തുക്കളെ, ട്രയാങ്കിളിൻ്റെ നേതൃത്വത്തിൽ, എന്താണ് ട്രയാങ്കിൾ? ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണ് ട്രയാങ്കിൾ. ഞങ്ങൾ ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനങ്ങളിലൂടെ നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 3 ദിവസം നീണ്ടു നിന്ന കിലയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിന് ശേഷം 3ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി. ഇതിൽ ആള് കുറഞ്ഞു പോയി എന്നെനിക്ക് പരാതിയില്ല. കാര്യം വേണാട് എക്സ്പ്രസ്സിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് ഇപ്പം എന്നെ വിളിച്ചിരുന്നു, അവർ പുത്തൻ കുരിശെത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും ഹാള് ഫുള്ളാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ലവലേശം സംശയമില്ല. നമ്മുടെ വിഷയം, ഈ വിഷയങ്ങളിലൊക്കെ പ്രതിപാദിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ടുള്ളത് ജോൺ ജോസഫ് സാറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ചീഫ് കോർഡിനേറ്റർ കേരള സിവിൽ സൊസൈറ്റി എന്ന് മാത്രം ഒതുക്കേണ്ട ഒരാളല്ല. അദ്ദേഹം വർഷങ്ങളായി, കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ പഞ്ചായത്ത് രാജ് ജനങ്ങളിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് സവിസ്തരം ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടക്കുന്ന ഒരാളാണ് അദ്ദേഹം. അത് മാത്രമല്ല, ഒട്ടനവധി ആക്ടിവിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പം വന്ന കാലത്തെ പറഞ്ഞു, അദ്ദേഹത്തിനൊരു കേസുണ്ട്, മാറ്റിവെക്കാൻ കഴിയില്ല, ഞാൻ പകരം ഒരാളെ നമ്മുടെ ക്ലാസ്സിൽ തന്നെയുള്ള അനിൽകുമാർ സാറിനെ ഏൽപ്പിക്കുകയാണ്, ദയവായി ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. അദ്ദേഹം ഉടനെ തന്നെ എത്തിച്ചത്. അടുത്തതായി സജി സി പണിക്കരാണ്. ഞാൻ ഇന്നലെയും വിളിച്ചിരുന്നു, കൃത്യമായി കോതമംഗലത്ത് നിന്നാണ് വരുന്നത്, കൃത്യമായി ക്ലാസ്സിൽ പങ്കെടുക്കും, ഞാൻ കൃത്യമായി എത്തിച്ചേരുമെന്ന് ഇന്നലെ രാത്രിയും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എത്തിച്ചേരും. അതുപോലെ തന്നെ അനിൽകുമാർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അനിൽകുമാർ സാറ് ആരും ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹം കവിയാണ്, എഴുത്തുകാരനാണ്. ഇത്തരം ക്ലാസുകൾ സർക്കാർ തലത്തിലും മറ്റുമൊക്കെ ഇത്തരം ക്ലാസുകൾ എടുക്കുന്ന ആളാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ബോധവാന്മാരാകാൻ കഴിയും. അടുത്തത് സജേഷ് ശശിയാണ്. അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, കോട്ടയത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി എത്തിച്ചേരും. അതുപോലെ തന്നെ PJ ആന്റണി സാർ, അദ്ദേഹം എത്തിച്ചേരും. ഈ ക്ലാസ് എടുക്കാവുന്ന ഏറ്റിനുള്ള മുഴുവൻ പേരും തന്നെ ഇവിടെ അവര് സമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. അതുപോലെ തന്നെ രാജേഷ് T വർഗീസ്, അദ്ദേഹം സർക്കാർ സീനിയർ സെക്രട്ടറിയാണ്, പ്രദേശ സ്വയംഭരണ വകുപ്പ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. കൃത്യമായി തന്നെ ഞാൻ എൻ്റെ സമയത്ത് എത്തിച്ചേർന്ന് 12:30-ക്കാണ് അദ്ദേഹത്തെ ക്ലാസ് വെച്ചിട്ടുള്ളത്. അദ്ദേഹവും കൃത്യമായി ഈ പരിപാടിയിൽ സംബന്ധിക്കും. ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ചെയർമാൻ, ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന്റെ അധ്യക്ഷൻ എന്നെ മുഹമ്മദ് കുട്ടിയാണല്ലോ വെച്ചിരുന്നുള്ളത്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ഒരു പരാതി നിങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. അഡ്വാൻസായിട്ട് ജാമ്യമല്ലെങ്കിലും അദ്ദേഹം അടിയന്തരമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായത് ഇന്നലെ വൈകുന്നേരമാണ്. പെട്ടെന്ന് പോകേണ്ടി വന്ന ഒരു സാഹചര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ അദ്ദേഹം നിങ്ങളോടൊപ്പം സമ്പാദിക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഇന്നലെ ഉണ്ടാക്കിയിട്ടാണ് രാത്രി അദ്ദേഹം പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥാനം എനിക്ക്, അധ്യക്ഷ പദവി എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് എന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ ഈ ക്ലാസ് തുടരും നടത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. ഏതെങ്കിലും പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോ സംഘടനകളോ ഒക്കെ നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഒരു ക്ലാസ് അവിടെ സംഘടിപ്പിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ നമ്മുടെ സംഘാടകരോട് പറഞ്ഞതിൻ്റെ ഡേറ്റും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു പോയാൽ
വളരെ ഉചിതമായിരിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സാംസ്കാരികപരമായും സാമൂഹ്യപരമായുമുള്ള പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ സാധുജന സംരക്ഷണ പരിപാടികൾക്ക് അടക്കമുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു വരുന്ന ഈ ട്രയാങ്കിൾ എന്ന ഈ സംഘടനയുടെ സാന്നിധ്യം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തത് അധ്യക്ഷൻ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്, അതിപ്പോൾ നമുക്കൊന്ന് കാണാം. കണ്ടിട്ട് ഉദ്ഘാടനമാണ്, അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കും. നമസ്കാരം, ഞാൻ മുഹമ്മദ് കുട്ടി. ട്രയാങ്കിൾ എന്ന സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനയുടെ ചെയർമാനാണ്. ഇന്നത്തെ പരിപാടി പങ്കെടുത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ചില അടിയന്തര സാഹചര്യം വന്നതിനാൽ ഇന്ന് പുലർച്ചെ മുംബൈയിലേക്ക് വരേണ്ടി വന്നു. എങ്കിലും എൻ്റെ മനസ്സും ചിന്തകളും നിങ്ങളോടൊപ്പമാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നതിൽ നിർമ്മയാച്ഛം ഖേദിക്കുന്നു. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് എന്ന ആശയം പൊതുവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ അന്തസ്സത്വം ഉൾക്കൊണ്ട് നടപ്പാക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. വികേന്ദ്രീകരണം എന്ന ആശയം ഗ്രാമസഭ നഗരപാലിക ബില്ലിലൂടെ ദേശീയ തലത്തിൽ UPA സർക്കാർ നടപ്പിലാക്കി. സംസ്ഥാന സർക്കാരുകൾ പലതും പിൽക്കാലത്ത് താല്പര്യങ്ങൾക്കനുസരിച്ച് യഥേഷ്ടം മാറ്റങ്ങൾ വരുത്തി ഇതിനെ അധികാര പരിധിയിലാക്കി. ഈ സാഹചര്യത്തിലാണ് മഹാത്മജി ഉൾക്കൊണ്ട നീതിപൂർണമായ പ്രാദേശിക വികസനവും അടിസ്ഥാനതല ജനാധിപത്യവും പഞ്ചായത്ത് രാജിലൂടെ സുതാര്യവും അഴിമതിരഹിതവും സ്വജനപക്ഷപാത മുക്തവുമാക്കാൻ പൊതുജനങ്ങളെ, വിശിഷ്യ യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിനായി ട്രയാങ്കിൾ എന്ന സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികൾ ആവിഷ്കരിച്ച് ഗ്രാമസ്വരാജ് എന്ന ആശയം നടപ്പിലാക്കുന്നതിന് തയ്യാറായിട്ടുള്ളത്. ഇക്കാരണത്താൽ ത്രിതല പഞ്ചായത്ത് സഭകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർ ഈ അന്തസ്സത്വം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ ആയിരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് കൊച്ചി കലൂർ റിന്യൂവൽ സെന്ററിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പരിപാടി ബഹുമാന്യനായ മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തത്. കൂടാതെ ഈ മേഖലയിൽ വിദഗ്ധരായ വ്യക്തിത്വങ്ങളാണ് ക്ലാസുകൾ നയിക്കുന്നത്. ഇത്തരം ക്ലാസുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു എളിയ തുടക്കം മാത്രമാണ്. തുടർന്നും ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ട്രയാങ്കിൾ വ്യാപൃതരായിരിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായതിനാൽ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് സാമൂഹ്യ വിപത്തുകൾക്കെതിരെ കരുത്തോടെ പോരാടാൻ എല്ലാവരും തുടർന്നും സഹകരിക്കണമെന്നും വിജയിപ്പിക്കണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. It is now time for the inaugural address. We are honored to have with us Sri Justice Kamal Pasha, former judge of the High Court of Kerala, a personality well known for his commitment to justice and people's rights. Justice Kamal Pasha is known for his strong judgments, including corruptions, political killings, etc. I warmly invite Justice Kamal Pasha to deliver the inaugural address. Sir, please. ബഹുമാന്യനായ അധ്യക്ഷൻ, ഇത് ആരെ അധ്യക്ഷനെന്ന് പറയണമെന്ന് അറിയാൻ വയ്യ. കാരണം അധ്യക്ഷൻ ഇപ്പം നമുക്ക് ഓൺലൈനിൽ നമ്മളോട് സംസാരിച്ചു. ഇവിടെ കല്ലറ മോഹൻദാസ് ഇരിപ്പുണ്ട്. ഏതായാലും ശ്രീ കല്ലറ മോഹൻദാസ്, വേദിയിലുള്ള അഡ്വക്കേറ്റ് KB മോഹനൻ, അതേപോലെ ശ്രീ KB അനിൽകുമാർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ,
സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എന്തുകൊണ്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായ അതിന് വേണ്ട ഒരു കാര്യമാണ് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഈ സംഘടന ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഗ്രാമങ്ങൾ എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഹൃദയം എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ ലോകപരിചയം കൊണ്ടുകൂടെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഒരു സഞ്ചാരിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ജോലിയൊന്നും, ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും എനിക്ക് വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. കിട്ടുന്ന പെൻഷനൊക്കെ മതി, അല്ലാതെ ബാക്കി വേറെ പ്രവർത്തനങ്ങളൊക്കെ എനിക്കുണ്ട്. കാരണം ലീഗൽ അഡ്വൈസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീവിക്കാനൊക്കെ ഉള്ള മാർഗം അതിൽ നിന്നൊക്കെ എനിക്ക് ഉണ്ടാകും. ഇനി ഞാനിത് വേറെ ഒന്നും പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ സഞ്ചാരങ്ങൾ തുടങ്ങിയപ്പോഴെല്ലാം ഞാൻ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഈ വാചകങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. ഏത് രാജ്യത്തെ എന്നാലും അവിടെ ഞാൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാറുണ്ട്, പോവും. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ വർഷം നോർവേയിൽ പോയപ്പോൾ നോർവേയുടെ ഗ്രാമങ്ങൾ കാണാനായിട്ട് ഒരു ക്രൂയിസ് വെസലിനകത്ത് കയറിയാൽ എല്ലാ ഗ്രാമങ്ങളും കാണാം, കൊണ്ടുനടന്ന് കാണിക്കും. കാണേണ്ടത് തന്നെയാണ്. പക്ഷേ ആ ഗ്രാമങ്ങളും നമ്മുടെ ഗ്രാമങ്ങളും തമ്മിൽ ഒരു സാദൃശ്യവും ഇല്ല എന്ന് വേണം പറയാൻ. ഇവിടെ പട്ടിണിയും കഷ്ടപ്പാടും പരിവട്ടവും വികസനം ഒരിടത്തും ഒക്കെ കാണുന്ന ഗ്രാമങ്ങൾ നമ്മൾ കണ്ടിട്ട് വിദേശ രാജ്യങ്ങളിലെ മറ്റ് ഗ്രാമങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് എല്ലാവരും യഥാർത്ഥത്തിൽ സഞ്ചരിക്കണം. ഒരുപാട് സഞ്ചരിച്ചാലേ നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും മറ്റാളുകൾക്കത് പകർന്നു കൊടുക്കാനും പറ്റുള്ളൂ. ഗ്രാമങ്ങളുടെ ആ പ്രസക്തി എന്ന് പറയുന്നത് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഈ ഗ്രാമ സ്വരാജ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, അതായത് നമുക്ക് ഈ പഞ്ചായത്തി രാജ് ത്രിതല പഞ്ചായത്തി രാജ് ഈ സംവിധാനമൊക്കെ നിലവിൽ വന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ്. അത് കഴിഞ്ഞിട്ടും അതിന് വല്ല മുന്നേറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇത് നടപ്പിൽ വരുന്നു. വന്നതിന് ശേഷം മറ്റ് കാലാകാലങ്ങളിൽ മാറി വന്ന ഗവൺമെന്റുകളെല്ലാം ഇതിനകത്ത് ഒരുപാട് വെള്ളം ചേർത്തതിന് ശേഷം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റായി അധപ്പതിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, അല്ലാതെ അതിന് സ്വയംഭരണം എന്ന് പറയുന്ന ഒരു നല്ല രീതിയിൽ അതിന് കിട്ടുന്നുണ്ടോ? സ്വയമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനെ തടയിടാനും ആണ് ബാക്കി അന്ന് ഭരണ സംവിധാനം ആ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് കാണാവുന്നതാണത്. അപ്പൊ ഇതെന്താണ് ഇതിന്റെ സംവിധാനം എന്നുള്ളതൊന്നും എല്ലാവരും പഠിച്ചിരിക്കേണ്ടതുമാണ്. കാരണം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് നമ്മുടെ ഗ്രാമങ്ങൾ മുന്നേറണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണം. അതിന്റെ യഥാർത്ഥ രീതിയിൽ മുമ്പോട്ട് പോകണം. നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇക്വാളിറ്റി ആണല്ലോ നമുക്ക് വേണ്ടത്. ഇക്വാളിറ്റി, തുല്യത, ഇക്വാളിറ്റി ബിഫോർ ലാൻഡ്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നുണ്ട്. ആ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ജെൻഡർ ഇക്വാളിറ്റി ആണ് അതിൽ ഏറ്റവും വലുത്. അതായത് ലൈംഗിക വ്യത്യാസമില്ലാതെ, സ്ത്രീയോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ലാത്ത തുല്യത, ഇക്വാളിറ്റി വേണം. പക്ഷെ അതിവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ട് 78 വർഷം കഴിഞ്ഞു. 79ാം സ്വാതന്ത്ര്യ ദിനം വേറെ ഏതോ മൈക്ക് ഓണാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. 78ാം വർഷം കഴിഞ്ഞു. 79ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിച്ചു. അപ്പൊ എന്നിട്ട് നോക്കിയാലും ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ വനിതകൾ പ്രാതിനിധ്യം വളരെ കുറവാണ്. അതാണ് കാര്യം. ഈ വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കും. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെയിൽ ഷോവനിസം, പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ കാണാൻ. ആ പ്രശ്നം ഒരു കാരണവശാലും അത് മാറത്തില്ല, നമ്മുടെ രക്തത്തിൽ നിന്ന് അത് മാറത്തില്ല. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, തുല്യത എന്ന് പറയുന്നത് സ്ത്രീക്ക് അവകാശപ്പെട്ടതല്ലേ, പുരുഷനെ പോലെ തന്നെ. എത്ര വർഷമായി ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടെ നന്നല്ല വെച്ച് നോക്കിക്കോളൂ, പാർലമെന്റിലായാലും അസംബ്ലിയിലായാലും ഈ സ്ത്രീകൾക്ക് പ്രോപ്പർ റെപ്രസെന്റേഷൻ ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം സ്ത്രീകളെ ഭരിക്കേണ്ടത് പുരുഷന്മാരാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ഇവിടുത്തെ പുരുഷന്മാർക്കുള്ളത് എന്ന് വേണം, അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് എന്നുള്ള ഗതികേടാണ് നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ സഹോദരിമാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അതാണ്.
അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? അപ്പോൾ അതിന് ഏതാണ്ട് ഒരു ആശ്വാസം തരുന്ന വിധത്തിലാണ് ഒരു അമെൻമെന്റ് ഒക്കെ പെട്ടെന്ന് കൊണ്ടുവന്നത്. കാരണം കഴിഞ്ഞ ഇലക്ഷനെ മുൻകണ്ടുകൊണ്ട്, പാർലമെന്റ് ഇലക്ഷനെ അതിനെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി അവർക്കൊരു റെപ്രസെന്റേഷൻ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു. 30%. എന്നാലും 50 കൊടുക്കത്തില്ല കേട്ടോ, 30. അത് മതി, സ്ത്രീക്കത് മതി, 30ന്റെ ആവശ്യമുള്ളൂ, അതിൽ കൂടുതൽ വേണ്ട എന്നൊരു കാഴ്ചപ്പാടാണ് ഇവിടുത്തെ വിവരം കെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് ഇന്നുമുള്ളത്. അപ്പോൾ അതിനെ കൈയടിച്ച് പാസ്സാക്കാൻ സ്ത്രീകൾ തന്നെ ഉണ്ട്. നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സ്ത്രീകളുടെ ശാപം എന്ന് പറയുന്നത് അവർ തന്നെയാണ്, പുരുഷന്മാരല്ല. കാരണം അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാനും ചോദിച്ചു വാങ്ങാനും അവർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ ദുരിതത്തിന് കാരണം. അപ്പോൾ 30%, അത് ഈ ഇലക്ഷന് വേണ്ട, അടുത്ത ഇലക്ഷൻ കൊടുത്തേക്കാം. ഇപ്പൊ കൊടുക്കാൻ പറ്റത്തില്ല, അടുത്തത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമൊന്നുമില്ല, അന്ന് കൊടുത്താൽ മതി. നിങ്ങൾ കാത്തിരുന്നു, ചുമ്മാതിരിക്കാൻ അന്നും കിട്ടത്തില്ല. ഇനി ഈ 30 കിട്ടുന്നതിന് പകരം എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ട് 50 ആകുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഒന്നാമത് അതും ഈ ഭരണ നേതൃത്വം മാത്രമല്ല, ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ. ഒരു രാഷ്ട്രീയ പാർട്ടി ഫീൽഡ് ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ അവർ തീരുമാനിക്കണം, എൻ്റെ പാർട്ടി, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് 50% സ്ത്രീകളായിരിക്കും എന്ന കരുതിയാൽ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വരും. അത് നല്ല രീതിയിൽ, വളരെ ആശാസ്യമായ രീതിയിൽ അവർ കടന്നു വന്ന് പ്രവർത്തിച്ചാൽ യഥാർത്ഥത്തിൽ അവരെ പോലെ കഴിവ് പുരുഷന്മാർക്കില്ല. ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പല അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചേക്കുന്നതാണ്, ഒരുപാട് കേസുകളൊക്കെ കണ്ട് പഠിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു പാമ്പ് കയറി വന്നിരിക്കട്ടെ കേട്ടോ, ഒരു സ്ത്രീയും പുരുഷനും, ഭാര്യയും ഭർത്താവും ഉണ്ടവിടെ. ഭർത്താവ് ഇങ്ങനെ അമ്പരന്ന് ഇങ്ങനെ ഇരുന്നു പോകും, പക്ഷേ സ്ത്രീ പെട്ടെന്ന് പ്രവർത്തിക്കും. അത് കണ്ടിട്ടുള്ളതാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതേ ഒരു ഉദാഹരണം, എൻ്റെ കൊച്ചുമോൻ ഒരു ദിവസം അവിടെ ഏതാ ഒരു പറ വെച്ചിട്ടുണ്ട്. അത് കുറേ നാളുകൊണ്ട് അവിടെ ഇരിക്കുന്നതാ. നമ്മളെ ഒരു ആർക്കിയോളജിക്കൽ വാല്യൂ ഉള്ളതുകൊണ്ട് അത് എടുത്ത് KP യിലേക്കുന്നതാണ്. അതിനകത്ത് കൈയിട്ടിട്ട് അങ്ങനെ ഒരു സാധനം എന്തോ എടുത്തു നോക്കപ്പോൾ എന്തെന്നറിയോ, ഒരു ഇത്ര നീളമുള്ള ഒരു പഴുതാര, അതിൻ്റെ നടുക്ക് ഇങ്ങനെ പിടിച്ചേക്കാവൻ, അതിങ്ങനെ കിടന്ന് പൊളയുന്നു. ഞാനിരുന്ന് അയ്യോ 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 എന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ എളുപ്പം വന്ന് അവൻ്റെ കൈക്കൊരു അടി കൊടുത്തതിനെ അങ്ങ് താഴെ ഇട്ടു. അപ്പം ഞാൻ ചിന്തിക്കുക, അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ അതിന് നമ്മൾ അംഗീകാരം കൊടുക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ തുല്യത വേണം. അത് സ്ത്രീകൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ 50%. തദ്ദേശ സ്വയംഭരണങ്ങൾ സ്ഥാപനങ്ങൾ വൃത്തിയായിട്ട് ഭരിക്കുന്നുണ്ടല്ലോ, അത് ഭരിക്കാൻ ഒക്കുമെങ്കിൽ ഇവിടുത്തെ അസംബ്ലി അവർക്ക് പറ്റത്തില്ല. അന്യമാണോ? പാർലമെന്റ് അന്യമാണോ? ഒന്നുമല്ലല്ലോ. ഈ 50% ഇത് മന്ത്രിസഭയിലായാലും ഇതുപോലെ എവിടെ ആയാലും 50% സ്ത്രീകൾ കടന്നു വരണം, അവരെ കൊണ്ടുവരണം എന്നുള്ളത്. എന്നാൽ മാത്രമേ ഈ ഉച്ചനീചത്വങ്ങൾ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ, ഈ അസമത്വം ഇല്ലാതാക്കണമെങ്കിൽ അത് മാത്രമേ, അതുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഏത് മേഖലയിലായാലും. മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോളൂ, അവിടെ ഈ പ്രത്യേകതയൊന്നുമില്ല. അവിടെ ജാതിയും അതും ഒന്നും ചോദിക്കത്തില്ല. ഇപ്പോഴും ഞാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ ഈ ജാതിയുടെ അടിസ്ഥാനമൊന്നുമില്ല, അവിടെ വ്യത്യാസമൊന്നുമില്ല, അവിടെ ഈ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ ആദ്യം എന്താ ഇരുന്നേ, നമ്മൾ അയാളെ ഏത് വർഗമാണെന്ന് നോക്കും, നോക്കി കണ്ടുപിടിക്കണം. ആണെങ്കിൽ അതിന് ശേഷം മാത്രമേ അയാൾ പറയുന്നത് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചിന്തിക്കുന്നത്, അത് കേൾക്കണോ വേണ്ടോ എന്ന് നമ്മൾ പിന്നെ തീരുമാനിക്കും. അതാ കാര്യം. ഈ ജാതി അറിഞ്ഞിട്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞില്ലേ. ഒരു ശ്രീനാരായണ ഗുരു ഒന്നുകൂടെ ജനിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതുകൊണ്ട് പോലും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. കാരണം ഇപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടു നടക്കാനൊക്കെ വേറെ ആളുകളാണ്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഇങ്ങനൊരു ക്ലാസ്, ഇതുപോലെ ക്ലാസ്സുകൾ നടത്തുക എന്ന് പറഞ്ഞ് എന്താണ് ജനാധിപത്യം എന്നുള്ളതിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. നമുക്കിടെ ഭരിക്കുന്നവർക്ക് അത് അറിഞ്ഞൂടാ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ജനാധിപത്യത്തിലെ ഒരു പൗരന്റെ അവകാശം എന്ന് പറയുന്നത് എപ്പോഴും വിമർശിക്കാനുള്ള അവകാശമാണ്. ആരെ? നമ്മുടെ ജോലിക്കാരെ. യവന്മാരൊക്കെ മേടിക്കറിയൊന്നും ഭരിക്കുന്നില്ലേ, അവരൊക്കെ നമ്മുടെ ജോലിക്കാരാണ്, നമ്മൾ ശമ്പളം കൊടുത്ത് തിരിച്ചേക്കുന്നവരാണ്. പക്ഷേ അങ്ങനെ ഒരുത്തൻ ജോലി ചെയ്തില്ലെങ്കിൽ നീ ശരിയായിട്ടല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഓടിക്കാനല്ലേ നമ്മൾ ഇവിടെ നോക്കുള്ളൂ. അത് പിന്നെ രാജ്യദ്രോഹ കുറ്റമായിട്ട് മാറും. അതാണ് ഇന്നത്തെ കാലം, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ജീനസൈഡിനെ കുറിച്ച് സ്ത്രീകളെ പ്രതികരിക്കുന്ന കണ്ടോ, ഇറങ്ങി നിന്നിട്ട് യു ആർ എ ഫ്രോഡ്, മുഖത്ത് നോക്കി പറയാണ്, നിങ്ങൾ കള്ളനാണ്, വൃത്തികെട്ടവനാണ്, യു ആർ കമ്മിറ്റിംഗ് ജീനസൈഡ് എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, മറ്റെന്നൊക്കെ പിടിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവര് ഇവിടെ ആണെങ്കിൽ നടക്കൂ,
ഒന്നുമില്ല, ഇവിടെ ആണെങ്കിൽ വെടിവെച്ചുള്ളൂ. ആ രീതിയിലേക്കാണ് ഇവിടെ നമ്മുടെ സംവിധാനം. ഇന്ത്യ ജനാധിപത്യം ഇവിടെ ജനാധിപത്യമൊന്നുമില്ല. ജനങ്ങൾക്കൊരാധിപത്യം ഇവിടെ നിന്ന് ഞാൻ കാണുന്നൊന്നുമില്ല. എത്ര നാൾ കഴിഞ്ഞാലും എല്ലാ സ്ഥലങ്ങളിലും അതല്ലേ. ഈ രീതിയിലേക്ക് ആണ് മറ്റ് രാജ്യങ്ങളൊക്കെ ഈ രീതിയിൽ മുന്നേറുമ്പോൾ നമ്മൾ പറയും നമ്മുടെ മഹത്തായ ജനാധിപത്യം. എന്തോന്നാ ജനാധിപത്യം? ഇവിടെ കുറെ കള്ളന്മാരെല്ലാം കൂടെ കൂടിയിരുന്ന കാര്യം തീരുമാനിക്കുക, അതാ ഇവിടുത്തെ ജനാധിപത്യം. അതാ ഞാൻ പറഞ്ഞത്, ഈ രാഷ്ട്രീയക്കാർ തീരുമാനിക്കും സ്ഥാനാർത്ഥികളെ. ഇനി അതിന് ഒരു യഥാർത്ഥത്തിൽ ഇതിലൊരു പ്രത്യേകതയുള്ളത് എന്താണെന്നറിയോ? നമ്മുടെ ഗ്രാമങ്ങളിലെ കാര്യം ഒന്ന് ആലോചിച്ചു. പഞ്ചായത്ത് തലം നമുക്ക് എടുക്കാം, മുനിസിപ്പാലിറ്റി അങ്ങ് വിടാം, കോർപ്പറേഷൻ വിടാം, പഞ്ചായത്ത് ആയിക്കോട്ടെ. മിക്കവാറും പഞ്ചായത്തിലെ ഓരോ വാർഡിലുള്ള ആളുകൾക്കെല്ലാം അവിടെ ഉള്ള എല്ലാവരെയും അറിയാം. അപ്പൊ അതിൽ നിന്ന് കൊള്ളാവുന്ന ഒരുത്തനാ വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ കള്ളു കുടിച്ച് റോഡിൽ കിടക്കാതെ പെണ്ണ് പിടിക്കാൻ നടക്കാതെ ഉള്ള ഒരുത്തനാ വരുന്നതെന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾ തീരുമാനിക്കുക അയമം കൊള്ളാം കേട്ടോ, അയാൾ കൊള്ളാം, അയാളെ തിരഞ്ഞെടുക്കുന്നു. അതിന്റെ പ്രതിഫലനം എന്താണെന്നറിയാമോ? ശരിയായ രീതിയിലെ ജനാധിപത്യ പ്രക്രിയ അവിടെ നടക്കും. ആ രീതിയിലാവുമ്പോൾ അങ്ങനെ നടക്കുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേ ഉള്ളൂ. അത് വെള്ളം ചേർക്കാതിരുന്നാൽ. മറ്റേ അസംബ്ലി മണ്ഡലങ്ങളിലോ പാർലമെന്റ് മണ്ഡലങ്ങളിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആർക്കും തിരിച്ചറിയാൻ പോലും വയ്യാത്ത ആരെങ്കിലും ഒരുത്തനെ യവന്മാർ ഇഷ്ടമുള്ളവന്മാർ കെട്ടിയിറക്കും. ഈ തമ്മിൽ ഭേദം തുമ്മലെന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഇത് വോട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ജനങ്ങൾ പോയി അത് കുത്തി കൊടുക്കും. വേറെ നിവൃത്തിയില്ല. പക്ഷേ ഈ ഗ്രാമങ്ങളിൽ വാർഡുകളിൽ നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനകത്ത് വരുമ്പോൾ ആ വാർഡുകളിൽ പരസ്പരം അറിയാവുന്ന ആരെങ്കിലും ആണ് അവിടെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അയാൾ ഇച്ചിരി ഭേദമാണെങ്കിൽ അയാളെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ മുമ്പോട്ട് വരുമ്പോൾ യഥാർത്ഥ ജനാധിപത്യം അവിടെ നടക്കുന്നുള്ളൂ. വേറെ മുകളിലോട്ടൊന്നും ജനാധിപത്യം അല്ല ഇവിടെ നടക്കുന്നത്. അത് നടക്കണമെങ്കിൽ ഈ പ്രസ്ഥാനം ശക്തിപ്പെടണം. അതിനു വേണ്ടിയാണ് ഇതിന്റെ സംഘാടകര് യഥാർത്ഥത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് മോഹൻദാസ് എന്നെ ഇത് വിളിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് ആരെങ്കിലും കാണുമെന്ന് ചോദിച്ചു ഇത് കേൾക്കാൻ. കാരണം സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനൊന്നും ആരും വരത്തില്ല കേട്ടോ. അതാണ് കാരണം ഇവിടെ ആര് ഭരിച്ചാലും മതി, എനിക്ക് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ അത് എൻ്റെ പ്രശ്നമല്ലല്ലോ എന്നാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. അത് മാറണം, ആ സ്വഭാവം മാറണം. ഈ നാട്ടിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ പ്രശ്നമാണ്, എൻ്റെയും കൂടി പ്രശ്നമാണ് എന്നൊന്ന് കണക്കാക്കാനുള്ള ഒരു മാനസിക സ്ഥിതിയെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരണം. അപ്പം ഞാൻ പറഞ്ഞു, അന്നേരം പറഞ്ഞു 150 പേര് കാണും എന്ന്. ഇവിടെ 150 ഇല്ലെങ്കിലും ഒരു 100 പേരോളം ഇപ്പോൾ ആയിട്ടുണ്ട്. ഏതായാലും ഇത് മതി. ഈ നിങ്ങളെ ഈ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? വേറെ ഒരുപാട് ഒന്നും ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഒരു കോമൺ കോസിന്, പൊതുവായ ഒരു 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 കോസിന് വേണ്ടി, ഒരു കാരണം, അതിനു വേണ്ടി, ഒരു സംഗതിക്ക് വേണ്ടിയാണ് ഇവിടെ നിങ്ങൾ വന്ന് കൂടിയിരിക്കുന്നത്. അത് നല്ല മനസ്സാണ്. അങ്ങനെയുള്ള എത്ര പേരായാലും 50 അല്ലെ 10 പേരായാലും മതി. ആ 10 പേര് വിചാരിച്ചാൽ പോലും ഒരുപാട് ചലനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഗാന്ധിജി പറഞ്ഞേക്കുന്നത്. യു ഷുഡ് ബി ദ മെസ്സേജ്, അതായത് വിച്ച് യു ഷുഡ് ഗിവ് ടു ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ചോദിച്ചാൽ എന്താ സന്ദേശം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, ഗാന്ധിജിയേ ഉള്ളൂ. വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതമാണ്, തുറന്ന പുസ്തകമാണ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തരും അവരുടെ ജീവിതം ആണ് അവരുടെ സന്ദേശം എന്നുണ്ടെങ്കിൽ ഇത് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ആയിരിക്കണം, ആ കാഴ്ചപ്പാട് വേണം. അപ്പോൾ യഥാർത്ഥ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഗ്രാമസ്വരാജിനെ ശക്തിപ്പെടുത്തണം. ഇതിനെ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം. അതായത് ഇത് ചങ്ങരക്കുള്ളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം. അതാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞേക്കുന്ന ഒരു 3 കാര്യം. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഡോക്ടർ അംബേദ്കർ അതായത് ഫ്രീഡത്തെ കുറിച്ച് പറഞ്ഞു, അതായത് സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ ചങ്ങരയ്ക്കുള്ളിൽ അല്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമല്ലെങ്കിൽ നിങ്ങൾ അടിമയാണ്. അതാണ് പറഞ്ഞേ. അതായത് ചങ്ങല ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിമയാണ്. നിങ്ങൾ ജയിലറയ്ക്കുള്ളിൽ അല്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമല്ലെങ്കിൽ നിങ്ങൾ ജയിൽ പുള്ളിയാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യം വളരെ ആലോചിക്കേണ്ട പ്രിൻസിപ്പിളാണ്. 3ാമത്തെ കാര്യം, നിങ്ങൾ യഥാർത്ഥത്തിൽ ബയോളജിക്കലി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ പോലും, നമ്മൾ ജീവിച്ചിരിക്കുന്നു എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമല്ലെന്നുണ്ടെങ്കിൽ യു ആർ എ ഡെഡ് മാൻ, നിങ്ങൾ മരിച്ചവനാണ്, ശവശരീരമാണ്. അങ്ങനെ ആകരുത്. നമ്മുടെ മനസ്സ് സ്വതന്ത്രമായിരിക്കണം എപ്പോഴും. മനസ്സ് സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരണം. അതായിരിക്കണം നമ്മൾ കാണിക്കേണ്ട ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ മുതൽക്കൂട്ട് എന്നും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടിമയോ ജയിൽ പുള്ളിയോ അല്ലെങ്കിൽ മരിച്ചവനോ ആയിട്ട് ഇങ്ങനെ മാറും.
അങ്ങനെ നടക്കുന്ന പുഴുക്കളെപ്പോലെ ജീവിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാ കാര്യം. അപ്പോൾ ഈ ഡോക്ടർ അംബേദ്കറുടെ കാര്യങ്ങൾ പറയാൻ പോയാൽ ഞാൻ ഒരുപാട് സമയമെടുക്കും. കാരണം നിങ്ങളുടെ ക്ലാസ്സിൻ്റെ സമയമുണ്ട്. അതിലൊന്നും ഞാൻ അപഹരിക്കാനിരിക്കുന്നില്ല. ഏതായാലും ഞാൻ കൂടുതൽ അങ്ങോട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും ഞാൻ ഈ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനും നേരുകയാണ്. ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കേൾക്കുക, പഠിക്കുക, നോട്ടെടുക്കുക, അത് കേട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേ കൂടെ കേട്ട് ഇതിലേ കൂടെ പോകുന്നതല്ല, നമ്മുടെ മനസ്സിലാക്കണം അത് കേട്ടോ. എന്നിട്ട് മറ്റാളുകൾക്ക് പകർന്നു കൊടുക്കണം. ഇത്രയും പേരൊക്കെ മതി, ധാരാളം. സമൂഹത്തിൽ നിന്ന് ഇത്രയും നല്ല വ്യക്തിത്വങ്ങളാണ് നിങ്ങളിവിടെ ഇരിക്കുന്നവർ. കാരണം ഇങ്ങനെ ഒരു കോസിന് വേണ്ടി നിങ്ങൾ വന്നല്ലോ, വളരെ വലിയ കാര്യമാണ്. ഏതായാലും എല്ലാവിധ ആശംസകളും ഈ സംവിധാനത്തിന് നേർന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.